ಚಿನ್ನಮ್ಮ ನೀನೇನೋ ಹೇಳ್ಬೇಕಾ? ನಾನು ನಿಜವಾಗ್ಲೂ ಹೇಳ್ತೀನಿ, ಈ ಮಗು ನಂದೆ. ಇವರನ್ನ ಬಿಟ್ಟು ಬೇರೆ ಯಾರ ಜೊತೆಯಲ್ಲಿ ತಪ್ಪು ಮಾಡಲಿಲ್ಲ. அவன் கேக்குறது நியாயம் தானம்மா. நீயும் கருப்பு அவனும் கருப்பு, குழந்தை எப்படி சிவப்பா பிறந்தது? കുറുപ്പേ തനിക്ക് എന്ത് തോന്നുന്നു? ഗാന്ധാരിയമ്മ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം. തീരുമാനം ഞാൻ പറയാം. ചിന്നമ്മ പറയുന്നത് നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരുവന്റെ കുട്ടിയെ കെട്ടിയവന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ച് പിഴച്ചു പെറ്റ ഇവളെ തലമുണ്ടനം ചെയ്ത് പുള്ളി കുത്തി മുക്കാലിൽ കെട്ടി തല്ലി കഴുതപ്പുറത്ത് കയറ്റി നാട്ടിലൂടെ നടത്തണമെന്നാണ് നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം. ನೋಡ್ರಿ, ಇದು ಸಂಬಂಧ ಯಾರಾದ್ರೂ ಹೇಳ್ಬೇಕಾ? ಆರ್ಕೆಂಗಿನ ಎದುರ್ಕೊಂಡೋ? ഇതിലുണ്ട്. ഇതേ ನಿಜಾಯೇನೆಂದು ಗೊತ್ತಿಲ್ಲದೆ ഈ നിരപരാധി ഒടുകിനി ദണ്ഡിസബാരത് കുറ്റം തെളിയിക്കപ്പെടാതെ ശിക്ഷിക്കാൻ പാടില്ല. ഇവിടെ നാട്ടുകൂട്ടം കൂടിയിരിക്കുന്നതേ കറുത്ത കിട്ടപ്പയ്ക്കും കറുത്ത ചിന്നമ്മയ്ക്കും വെളുത്ത കുഞ്ഞ് എങ്ങനെ ഉണ്ടായെന്ന് തീരുമാനിക്കാനാ. ചിന്നമ്മ തെറ്റുകാരിയാണെന്നുള്ള ഗാന്ധാരിയമ്മയുടെ തീരുമാനം ശരി തന്നെയാ. അല്ലെന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? തെളിയിച്ചാൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് നാളെ മുതൽ ശ്രീകൃഷ്ണൻ ഇരിക്കാം. ഇല്ലെങ്കിൽ മൊട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റി പുള്ളി കുത്തുന്നത് നിങ്ങളെ ആയിരിക്കും. സമ്മതമാണോ? സമ്മതമാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ചിന്നമ്മൂനെ അറിയുന്ന കിട്ടപ്പയ്ക്ക് അറിയത്തില്ല അവക്ക് ഇവിടെ ഏതെങ്കിലും പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഉണ്ടോ? ഈ കൊച്ചു ഗ്രാമത്തിൽ ചിന്നമ്മു എന്ന പെണ്ണിനെ കുറിച്ച് ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഉണ്ടോ? പിന്നെ കറുപ്പും കൂടി ചേർന്ന വെളുപ്പാകത്തില്ല എന്നുള്ള ന്യായത്തിന്റെ പേരിലാണല്ലോ ഇവളെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ ആ പുളുന്താൻ ന്യായത്തിന്റെ പേരിൽ ഇവളെ തെറ്റുകാരിയാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവന് ഞാൻ ചുരുട്ടിക്കൊടുത്ത വെറ്റിലയുടെ നിറം എന്തായിരുന്നു? പച്ച അല്ലേ? അതിന് ഞാൻ തേച്ച ചുണ്ണാമ്പിന്റെ നിറം വെള്ള. ഇവൻ ചവച്ചു തുപ്പുന്നത് രണ്ടിൽ ഏതെങ്കിലും ഒരു നിറമല്ലെങ്കിൽ അടിച്ചിവന്റെ കരളക്കുറ്റിയെ പൊട്ടും. തുപ്പടാ തുപ്പ. ഇടോ, കുഞ്ഞുങ്ങൾ വെളുത്തെന്നും കറുത്തെന്നും ഒക്കെ ഇരിക്കും. വല്ലോരും പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ സംശയിക്കാന്ന് പറഞ്ഞാൽ പോയ കൊച്ചെടുത്തു വീട്ടിൽ പോ. ചെല കഴുതപ്പുറത്ത് കയറണോ അതോ അവിടെ കയറിയിരിക്കണോ ഒന്നും പറഞ്ഞില്ല. നാട്ടുകൂട്ടം കൽപ്പിക്കാനുള്ള സ്ഥാനം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ അത് ശ്രീകൃഷ്ണനാവാം. ഈ ഓട്ടത്തിൽ ഗിഞ്ചിമുടക്കാർ ജയിച്ചാൽ മാടമ്പിക്കാർ എന്ത് തരും? 101 പറ നിലം, 101 വണ്ടിക്കാള, 101 കറവപ്പശുക്കൾ. ഗിഞ്ചിമുടക്കാർ തോറ്റാലെന്ന് വരും. 202 പറ നിലവും 202 വണ്ടിക്കാളയും 202 കറവപ്പശുക്കളെയും തന്നേക്കാം. എന്ന് തുടങ്ങാം. തുടങ്ങാം. വെടി.
നേന്ത്രക്കൊല 50, ആ, മണ്ണൻകൊല 60, ഉം. തേങ്ങാക്കൊല 450. അപ്പൊ മാങ്ങാത്തൊലിയോടാ? അല്ല, തേങ്ങ 450. ആ, ഈ പറഞ്ഞത് ബേലുവിന്റെ പിടിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ. അപ്പൊ നീ വണ്ടികൾ കൊണ്ട് പൊക്കോ. ആ എടാ, ഓമ അവിടെ ചെന്ന് യശോദാമ്മയോട് വല്ല അനാവശ്യവും പറഞ്ഞു പിടിപ്പിച്ചാൽ അരിഞ്ഞു കളഞ്ഞാൽ പോ. ചേട്ടത്തെ പോയിടുന്നുണ്ട്. മിണ്ടാരിടാ, അവരുടെ കാര്യം പറയുന്നത് ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ട്. എന്നത് മതിയിടൂ, ഉള്ളത് മതി എടുക്കും. മുതലാളി ഇത്തവണ കാത്തൂന്റെ കടയിലേക്ക് ചരക്കൊന്നും തന്നില്ല. നിലക്കടലേൻ കൊപ്ര അടുത്ത എന്തൊക്കെയാ ഉണ്ടാവും, അതാണല്ലോ നിന്റെ കച്ചവടം. പക്ഷെ കാശിന്റെ കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമില്ല, വിട്ടുവീഴ്ച പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോഴും കാശ എന്നുള്ള വിചാരമേ ഉള്ളൂ. നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ മാണിക്ക? ഏത് പാട്ട്? എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിം കല്ലാണ്. ചേച്ചി, കരിങ്കല്ലായതുകൊണ്ടൊന്നുമല്ല, തമ്പ്രാഞ്ചേന്റെ സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടാ. എനിക്ക് തോന്നുന്നില്ല ഈ ജന്മത്തിൽ ഇനി അങ്ങേരെ ഒരു പെണ്ണ് കിട്ടുമെന്ന്. എന്നെ എനിക്കും വേണ്ടടാ കല്യാണം. 10 വർഷം പൊന്നെ കരളെന്നും പറഞ്ഞ് എന്നെ സ്നേഹിച്ചതാ. ഇയാൾ എന്തെങ്കിലും കെട്ടിയ എന്നെ കെട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഇപ്പോഴും ഞാൻ കാത്തിരിക്കുന്നത്. മനഃപൂർവ്വം അല്ലല്ലോ ചേച്ചി. ഇപ്പൊ തമ്പ്രാഞ്ചേന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആ ഗിഞ്ചിമൂട ഗാന്ധാരി ഒന്ന് ഒതുക്കുക. അല്ലെ ചേച്ചി പറ, തമ്പ്രാഞ്ചേന്റെ ചേച്ചി യശോദ തമ്പുരാട്ടിയോട് ആ കാന്താരി കാണിച്ചത് ന്യായമാണോ? സ്വന്തം അനുജന് ഭ്രാന്താണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് അയാളെ കൊണ്ട് യശോദ തമ്പുരാട്ടിയെ കെട്ടിച്ചു. ഒരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിനെ കൊണ്ട് ഭ്രാന്തം പൊട്ടക്കുളത്തിൽ ചാടിച്ചെത്തു. ശവം പോലും കിട്ടിയില്ല. എന്നെ കെട്ടാതിരുന്നോണ്ട് ശവം തിരിച്ചു കിട്ടും. ഇങ്ങനെയല്ല ചേച്ചി. ആ സംഭവത്തിന് ശേഷം ഗാന്ധാരി അമ്മ തമ്പുരാട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വത്ത് പോലും കൊടുത്തില്ല. അങ്ങനെയുള്ള ഗാന്ധാരി അമ്മയെ ഒതുക്കാതെ സ്വന്തമായിട്ടൊരു ജീവിതം പോലും ഇല്ലെന്ന് പ്രതിജ്ഞ എടുത്തു പോയില്ലേ തമ്പുരാൻ ചേട്ടൻ? ആ എന്റെ ഗതികേട് അല്ലാണ്ട് എന്ത് പറയാനാ? അല്ല, നീ പെണ്ണൊന്നും കിട്ടുന്നില്ലേ? ആ മനസ്സിനെ പിടിച്ചൊരു പെണ്ണിനെ കിട്ടണ്ടേ ചേച്ചി? ആ കിളവനെ വിട്ടേക്ക്, ഞാൻ റെഡിയാണ്. അയ്യടാ, അവന്റെ ഒരു കിന്നാര നിന്നെ എന്റെ കൈ കിട്ടും. ഇങ്ങ് വാ. ചന്ദ്ര ചതിച്ചു. പ്രൈവറ്റ് ബസ് പെട്ടെന്ന് പണിമുടക്കി. അയ്യോ, പിന്നെ നമ്മൾ ഈ പെണ്ണിനും തന്നെ എന്ത് ചെയ്യും? തൽക്കാലം നിന്റെ വീട്ടിലും താമസിപ്പിക്കാൻ പറ്റുമോ? നാടകം നടത്തിയതിനെ മൂപ്പരാൻ ചൂടായിരിക്കുക. ഇനി നടിയും കൂടെ അങ്ങോട്ട് നല്ല പുകിലായിരിക്കും. അല്ല, എന്റെ ബസ് കാണുന്നില്ലല്ലോ. ബസ്സുകാർ പെട്ടെന്ന് പണി മുടക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ മീനാക്ഷിപുരത്ത് നാടകത്തിനെത്തിക്കോളെന്ന് വാക്ക് കൊടുത്തിരിക്കുക. ബസ്സുകാർ പണി മുടക്കിന് ഞങ്ങൾ എന്ത് ചെയ്യാന്? നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളെ നാടകത്തിന് വന്നതാ. തിരിച്ചു കയറ്റി വേണ്ട ഉത്തരവാദിത്തം നിങ്ങളതാ. ഒരു ടാസ്ക്. അയ്യോ, അത് വലിയ ചെലവാ. ഞങ്ങളുടെ അത്രയൊന്നുമില്ല. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. ചേട്ടൻ ബഹളം വെക്കാതെ. ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. എന്നാ ടാസ്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ സമാധാനമായിട്ട്. ഉണ്ടാക്കി. നീ കച്ചിയും കൊണ്ട് വരുമ്പോഴേക്കും ഞാൻ ഒന്ന് മോന്തിട്ട് വരാം. മൂന്നും നീന്തുന്നൊക്കെ കൊള്ളാം. വല്ലവന്റെ മേക്കിട്ട് കയറി ഉന്തും തള്ളും ഉണ്ടാക്കിയ ഇടയ്ക്കറ എന്നെ കിട്ടില്ല. മറ്റേ പരിപാടി ഉണ്ടല്ലോ, തല്ലുകൊള്ളുന്ന, അത് നിർത്തി. ഇല്ലില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. നീ വേഗം പോയിട്ട് വാ. സന്ധിക്ക് മുമ്പേ പുറപ്പെട്ടാ മറ്റന്നാ വെളുപ്പിൽ ഞാൻ എത്താം. എന്താ വടി? പട്ടി ശല്യം. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറെ ഓടിച്ചതാ. എവിടെയെങ്കിലും വെച്ച് കിട്ടുവാനെ. ചേട്ടാ, ഈ വണ്ടി കയറ്റി വിട്ടാലോ? കണ്ട കാളന്റെയും പോത്തിന്റെയും പുറത്തേറി പോവാനേ ഈ ചാക്കുട്ടിനെ കിട്ടൂല. നീ ടാസ്ക്. അമ്മാവാ, ഇവിടുന്ന് എങ്ങനെങ്കിലും നമുക്കൊന്ന് പോവാം. നീ ചുമ്മാ റെഡി. ഈ തട്ടിപ്പൊന്നും ചാക്കുട്ടിന്റെ അടുത്ത് നടക്കൂല. ടാസ്ക്. അതെ, നമുക്കൊരെണ്ണം അകത്താക്കിയിട്ട് വഴി ആലോചിക്കാം. ഒന്ന് അകത്താക്കിയിട്ട്. ചേട്ടാ, ഇതാ കുട്ടി. എന്തുവാ പേര്? കാർത്തുമ്പി. വെളുക്കുമ്പോ മീനാക്ഷിപുരത്തെത്തും. ബസൂരിയുടെ 4 ഇരട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ സമ്മതിച്ചിരിക്കുന്നേ. അമ്മാവനെവിടെ? ഇപ്പൊ വരും.
പുള്ളിക്കാരന് സമ്മതിച്ചു. കാശ് കൊച്ചേ ആ വണ്ടിയിലോട്ട് കയറിയിരുന്നു. എന്നല്ല ആരാ മനസ്സിലായില്ല. കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുമെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആരെ? ആ ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആരെ? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോയ്ക്ക്, അയാളാ ഷാപ്പിലുണ്ട്. ഷാപ്പി? ദേ വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണമെന്ന് വെച്ചാ. എന്താ അമ്മാവാ. ദേ ഇയാൾ എന്തൊക്കെയോ പറയുന്നു. പട്ടി പെണ്ണുങ്ങളോടാണ് അസഭ്യം പറയുന്നത്. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ട. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് അയ്യോ, വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. താല്ലേ പറഞ്ഞ അമ്മാവൻ കാശ് വാങ്ങിച്ചത്? പിന്നെ ഇയാളാരെ? ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴാണ് ഇതിന്റെ കാശ് വെച്ചത്? അയ്യോ, അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പിന്നെ എന്റെ അമ്മാവൻ കാശ് വാങ്ങിച്ചത്? തുളച്ചി, നുണ പറയുന്നോ? നുണച്ചിനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നതിന് എന്ത് വിളിക്കണം? സത്യമാമ എന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ ആരാണെന്നോ? താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ ഇവിടെ പ്രശ്നം? ദേ വരുന്നു കാശ് വാങ്ങിച്ച ആള്. അങ്ങോട്ട് ചോദിക്കും. എന്താ? നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞത്? അതെ. എന്നിട്ട് ഈ മരം കൂടെ എന്നോട് ചാടിക്കയറുന്ന എന്തിനാ? സൂക്ഷിച്ച് സംസാരിക്കണം. തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബസ് സമരം കാരണം ഇവര് വഴി കുടുങ്ങിപ്പോയി. അപ്പൊ വണ്ടി വെറുതെ പോവല്ലേ, ചേതമില്ലാത്തൊരു ഉപകാരമില്ലാന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു ചേട്ടാ കാശ് ചെയ്യുന്നേ? ഇവരെന്താ കാശ് ചെയ്യുന്നേ? ഇതാ നിങ്ങളുടെ കാശ്. പെട്ടിയും വെട്ടി എന്താന്ന് വെച്ചാൽ ഇറക്കിയ ഈ വണ്ടി പോകത്തില്ല. എനിക്കെങ്ങും വേണ്ട. വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താൽ മതി. ഈ വണ്ടി തന്നെ പോവും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ടുവിട്ടേനെ. വിളിക്കാന്ന് വിടരുത്. വന്നേ. തമ്പറാൻ ചേട്ടൻ ഒരു അബദ്ധം പറ്റിയാണെന്ന് കൂട്ടിക്കോ. പാവങ്ങളാ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ബസൂലിയുടെ 4 ഇരട്ടിയാണ് ഞാൻ അടിച്ചെടുത്തത്. ഒന്നുമില്ലേലും വഴിച്ചേലുള്ള കാശ് ഇങ്ങനെ ഒത്തില്ലേ? കാളക്കൂട്ടന്മാരെന്തായാലും വണ്ടി വലിക്കണം. അക്കൂട്ടത്തിൽ 2 എണ്ണത്തിൽ കൂടെ വലിച്ചോട്ടെ, നമുക്കെന്താ കുഴപ്പം? നീ അതൊക്കെ സമ്മതിക്കും. കള്ള് മോന്താൻ കയറിയപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും പുരുവാൻ ഒപ്പിക്കുമെന്ന്. തല്ലൊന്നും ഉണ്ടാകില്ലല്ലോ. ഇതിലും ഭേദം അതായിരുന്നു. കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് ചീത്ത കേൾപ്പിച്ചു. നീ വന്ന് വണ്ടിക്ക്